കഴിഞ്ഞ രാത്രിവേള അങ്ങ് ഞങ്ങളെ താങ്ങിയതിനാൽ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് അങ്ങേ മഹത്വപ്പെടുത്തുവാനും കടന്നു വന്ന് അങ്ങയുടെ സന്നിധാനത്തിൽ ഒരുമിച്ച് അങ്ങേ സ്തുതിച്ച് ആരാധിപ്പാനും അവിടെ ഞങ്ങൾക്ക് സാവകാശം ഒരുക്കി തന്നിരിക്കുക സ്തോത്രം. ഈ രാവിലെ സമയം അങ്ങയുടെ സന്നിധാനത്ത് ഞങ്ങളായിരിക്കുന്നത് അവിടുത്തെ നാമത്തിന് മഹത്വത്തോടെ ഞങ്ങൾക്ക് അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമേ. കർത്താവേ, രാവിലെ സമയം ഞങ്ങളോട് ഇടപെടണമേ, സംസാരിക്കണമേ. അവിടുത്തെ ആലോചന ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. അവിടെ ഹൃദ്യമായി ഞങ്ങൾ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടുള്ള ദൈവത്തിൻ്റെ നീതിയും വാഗ്ദത്തങ്ങളും ഓരോ ദിവസവും നടപടിയായി നിവർത്തിക്കപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടുവരുത്തിയ എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. അവിടെ ജനത്തെ എല്ലാം അനുഗ്രഹിക്കണമേ. യാത്രകളൊക്കെ കൂടുന്നല്ലോ, ആപത്ത് അനർത്ഥങ്ങൾ വിടുവിച്ചല്ലോ കർത്താവേ. കഷ്ടനഷ്ടങ്ങളൊക്കെ വിടുവിച്ച് സൂക്ഷിച്ചനായി സ്തോത്രം. ദൈവകൃപകളുടെ നിറച്ചവനായി സ്തോത്രം. കടന്നുവരുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എത്രമേ കൂട്ടി വരുത്തണമേ. ആര് വലസരായി ഉദാസീനരായി ഭവനങ്ങളായിരിക്കും അനുവദിക്കല്ലേ കർത്താവ്. വഴിമതിയായിരിക്കുന്നവരെ സൂക്ഷിക്കണമേ. എല്ലാ പ്രിയപ്പെട്ടവർ ഉത്സാഹത്തോടെ കടന്നുവർക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാൻ അങ്ങേക്ക് മഹത്വം കരേറ്റുവാൻ കൃപ ചെയ്യണം കർത്താവേ. ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ ദാസന്മാർക്കായി സ്തോത്രം. ബലപ്പെടുത്തണമേ. ആത്മാവിന്റെ നിറവിൽ പാടി ആരാധിപ്പാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചേർന്ന് പാടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഈ രാവിലെ സമയം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിൻ്റെ മേശ ഞങ്ങളുടെ മധ്യമുണ്ട്. വളരെ പ്രാഗൽഭ്യത്തോട് പങ്കുകാരായി തീരെ സഹായിക്കണമേ. ദൈവത്തോടെ മനുഷ്യരും കുറ്റമറ്റ മനസാക്ഷിയുള്ളവരായി കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. അങ്ങയോടുള്ള കൂട്ടായ്മ ബന്ധം ഒന്നുകൂടെ ഓർക്കുവാൻ കർത്താവേ, ഞങ്ങളുടെ സഹോദരങ്ങളുമായുള്ള കൂട്ടായ്മ ബന്ധം ഒന്നുകൂടെ ഉറപ്പിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുറ്റമായി ഏൽപ്പിക്കുന്നു കർത്താവേ. അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കും, ഇളവിനെ സഹായിക്കും. യേശു രക്ഷാവിന്റെ നാമത്തിൽ സ്വർഗീയ പിതാവേ. നമുക്കൊരുമിച്ച് പാട്ട് പാടി കർത്താവിനെ ആരാധിക്കാം. ഞാൻ പാടും ഈ നാളിനീ മോതാൽ കുഞ്ഞാട്ടിൻ വിലയേറിൻ രക്തത്താൽ എന്നെ വീണ്ടെടുത്തവൻ. നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതവേളയിൽ ഉത്സാഹത്തോടെ ആത്മാവിന്റെ നിറവിൽ ദൈവത്തെ പാടി ആരാധിക്കാം. ജീവാമാർഗത്തിൽ ഞാൻ നടപ്പാനാ
സർവഖിന്നതയാകെ അകന്നുവിൻ ചേർന്നിടുവാൻ ഞാൻ പാടുമി നാടിനി മോദാൻ കുഞ്ഞാടിൻ വിലയേറുന്ന വീണ്ടതിനാ ദൈവ കുഞ്ഞാടിൻ വിലയേറുന്ന വീണ്ടതിനാ പാടുമി നാടിനി കുഞ്ഞാട്ടിൻ വിലയേറുന്ന കർത്താവിന്റെ വീണ്ടതിനാ ദൈവ കുഞ്ഞാട്ടിൻ വിലയേറുന്ന കർത്താവിന്റെ വീണ്ടതിനാ Hallelujah.
Glory to God, Jesus. യേശുവിന്റെ രക്തജയം, രക്തതാൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുഭാലാമാന ഹസ്ഗനാദിയ ലഗഡഗസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ദൈവസന്നിധാനത്തിൽ വണക്കാമല്ലോ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതവേളയിൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഒരുമിച്ച് കൂടി വന്ന് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരം കൂടുതലായി നൽകി. കഴിഞ്ഞ രാത്രി വേള നമുക്കെല്ലാം സുഖകരമായ വിശ്രമത്തെ ദൈവം നൽകി. ഹല്ലേലൂയ. നേരിടാമായിരുന്ന എല്ലാ അനർത്ഥങ്ങളും രാത്രിയിലെ ഭയത്തിൽ നിന്നൊക്കെ നമ്മെ വിടുവിച്ച് ഹല്ലേലൂയ പ്രഭാതവേളയിൽ ഉണർന്നെഴുന്നേറ്റ് തിരുമുഖം കണ്ട് സന്തോഷിപ്പാൻ, ദൈവസന്നിധാനത്തിൽ കൂടി വന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവമക്കളുമായുള്ള കൂട്ടായ്മ ആചരിപ്പാൻ ഹല്ലേലൂയ പകൽവേള ദൈവം നമുക്ക് സാവകാശം ഒരുക്കി തന്നല്ലോ. ഈ പ്രഭാതവേള ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നത് നമുക്ക് ഏവർക്കും അനുഗ്രഹമായി വിടുതലായി തീരേണ്ടതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവുള്ള ആരാധന ഇന്ന് പകൽവേള നമ്മുടെ മധ്യേ വെളിപ്പെടേണ്ടതിനായി ഒരുമിച്ച് ദൈവത്തെ ആത്മാവിന്റെ നിറവിൽ ആരാധിച്ച് ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ തന്നിമിത്തമുള്ള നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ച് ഹല്ലേലൂയ അവിടുത്തോടെ അനുഗ്രഹത്തോടെ മടങ്ങിപ്പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നതിനായി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നമ്മുടെ കുറവശങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ വീഴ്ച താഴ്ചകൾ ദൈവസന്നിധാനത്തിൽ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിപ്പാനിടയാകട്ടെ. അകൃത്യം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഇത് രാവിലെ സമയം ദൈവത്തിന്റെ കരുണയ്ക്കായി ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മോട് മനസ്സിലേണ്ടതിനായി പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് കൂടി വന്ന ദൈവനാമത്തിന് മഹത്വമായി തീരേണ്ടതിനായി ദൈവത്തോടെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമല്ലോ. കർത്താവിന്റെ വിലയേറിയ മേശയും നമ്മുടെ മധ്യമുണ്ട്. വളരെ പ്രാഗൽഭ്യത്തോട് കൂടുതൽ പങ്കാരായി തീരുവാൻ കർത്താവ് നമ്മെ കഴുകി ശുദ്ധീകരിക്കേണ്ടതിനായി, ദൈവത്താൽ ഒരു പ്രാവശ്യം കൊണ്ട് നമ്മെ കഴുകി ശുദ്ധീകരിക്കേണ്ടതിനായി നമ്മുടെ ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാടുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തി തുടർന്നും ആത്മാവിന്റെ നിറവിൽ പാടി ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തെ ശക്തീകരിക്കേണ്ടതിനായി, ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ ബലപ്പെടുത്തേണ്ടതിനായി, ആത്മാവിൽ സൃഷ്ടിപ്പാൻ ദൈവം നമ്മെ ബലപ്പെടുത്തേണ്ടതിനായി ഹല്ലേലൂയ നമ്മെ തന്നെ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാമല്ലോ. പ്രൈസ് യു ജീസസ്. കർത്താവിന്റെ മേശ നമ്മുടെ മധ്യമുണ്ട്. വളരെ പ്രാഗൽഭ്യത്തോട് കൂടുതൽ പങ്കുകാരായി തീരുവാൻ കർത്താവ് നമ്മെ കഴുകി ശുദ്ധീകരിക്കേണ്ടതിനായി കർത്താവിന്റെ മേശയിൽ സംബന്ധിക്കുന്നത് അത് നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരണം. കുറ്റത്തിന് ശിക്ഷാവിധിക്ക് കാരണമായി തീരാതെ കർത്താവ് നമ്മെ കഴുകി ശുദ്ധീകരിക്കേണ്ടതിനായി ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാരിൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കാരണവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്ന ഈ പ്രഭാതത്തിൽ കർത്താവേ അങ്ങയുടെ ആലയത്തിൽ അങ്ങയെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്താനും സാധിച്ചവൻ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അടിയങ്ങളെ ഇന്നത്തെ സഭാരാധനയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ അടിയങ്ങളുടെ സങ്കീർത്തന ധ്യാനം, ഹല്ലേലൂയ സാക്ഷ്യങ്ങളെല്ലാം കർത്താവേ അങ്ങേക്ക് സുഗ്രാഹ്യമായി തീരുവാനും കർത്താവേ അടിയങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം ക്ഷമിച്ചു കർത്താവേ അങ്ങയുടെ തങ്കച്ചോരയാൽ ഒരിക്കൽ കൂടി കഴുകി ശുദ്ധീകരിച്ചു കർത്താവേ അടിയങ്ങളെ നിർത്തുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏകാഗ്ര ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ എന്ന് കടന്നു വന്നവരെല്ലാം കർത്താവേ അനുഗ്രഹിക്കപ്പെട്ടവരായി സന്തോഷത്തോടെ സമാധാനത്തോടെ കടന്നു പോകുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുന്ന ദേവദാസനായി സ്തോത്രം. കർത്താവേ അങ്ങയുടെ ആത്മാ നിറവിൽ കർത്താവേ ശുശ്രൂഷകളെല്ലാം ഭംഗിയായി ചെയ്തു തീർക്കുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഭാരത്തോടെ പ്രയാസത്തോടെ കടന്നു വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ അവരെ കർത്താവെ ആശ്വസിപ്പിക്കുന്ന ദൈവവചനത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടികളെ മുഖ്യമായി ഒരിക്കൽ കൂടി താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാവർക്കും കൂടെ എഴുന്നേറ്റ് നിന്ന് 8-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. Psalm number 8. Praise you, Jesus. എട്ടാം സങ്കീർത്തനം.
അവസാനത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്ത് നിന്റെ തേജസ് വച്ചിരിക്കുന്നു. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാം കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും ചേർന്ന് പാടാ. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അല്പസമയം നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയാകട്ടെ. മർത്യരെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവനെന്ത് മാത്രം. സ്തോത്രം. നമ്മെ അവൻ ഓർത്തു, അവൻ നമ്മെ സന്ദർശിച്ചു, തൻ്റെ കൃപാകടാക്ഷങ്ങൾ നമ്മുടെ മേൽ വെളിപ്പെടുത്തി. തകർന്നു പോകാൻ അനുവദിക്കാതെ, നശിച്ചു പോകാൻ അനുവദിക്കാതെ, അവൻ്റെ സൃഷ്ടികളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായി ദൈവം നമ്മെ മനഞ്ഞ്, ദൈവം നമ്മെ ഓരോ ദിവസവും പരിപാലിക്കുന്നല്ലോ. ഇന്ന് പകൽ വേള ദൈവത്തിന്റെ വിശ്വസ്തകളെ ഓർത്ത്, ദൈവം ചെയ്ത നന്മകളെ ഓർത്ത്, അല്ലെ ദൈവത്തിന്റെ കരുണകളെ ഓർത്ത്, ദയ ഓർത്ത്, നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവം നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നതോർത്ത്, അല്ല നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിൽ നിന്ന് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ ഓർത്താൽ എത്ര ശ്രേഷ്ഠമായിട്ടാണ് ദൈവം നമ്മെ ഒരു ദിവസം നടത്തുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ നടത്തിയത്. സ്തോത്രം. ഒരു യോഗ്യതയുമില്ലാത്ത നമ്മെ, ഹല്ലേലൂയ, ഒരു കണ്ണിന് ബിംബം തോന്നാതിരുന്നപ്പോൾ, ഒരു മനുഷ്യന് നമ്മോട് ദയ തോന്നാതിരുന്നപ്പോൾ, നമ്മുടെ ദൈവത്തിന് നമ്മോട് കരുണ തോന്നി, നമ്മുടെ പ്രതിസന്ധിയിൽ നമ്മെ താങ്ങി, അല്ല നമ്മുടെ കഷ്ടങ്ങളുടെ നടുവിൽ നമ്മെ ഉദ്ധരിച്ചു. ഹല്ലേലൂയ. നമ്മുടെ വലങ്കരങ്ങൾ പിടിച്ച് അല്ല നമ്മെ നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തത ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാമല്ലോ, നന്ദിയോടെ ദൈവത്തെ ആരാധിക്കാമല്ലോ. നമുക്ക് ദൈവത്തിന് പ്രത്യുപകാരം കൊടുക്കുവാനുള്ളത് അവരുടെ നാമത്തെ സ്തുതിക്കുകയും അവരുടെ നാമത്തെ ആരാധിക്കുകയും ചെയ്യുന്നുള്ളത് മാത്രമാണ്. കഴിഞ്ഞ ദിനങ്ങൾ നമ്മെ നടത്തിയ എല്ലാ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ സമർപ്പണത്തോടെ നമുക്കൊരു പാട്ടോടെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ. നടത്തിയ വിധങ്ങളെ ഓർത്താൽ നന്ദിയെ ഇടുമോ? ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടും. നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരും നീടുമോ. കഷ്ടതയിലും കാരം പിടിച്ച്, കഷ്ടതയിലും കാരം പിടിച്ച് കൺമണി പോൽ കരുതിയവൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരും നീടുമോ. നാഥൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരും നീടുമോ. ജീവിതത്തിൻ മേടുകൾ
നൽകി ധൈര്യം നൽകിയിടും വചനം നൽകി നടത്തിയ നന്ദിയേടാതിരുന്നിടുമോ നാഥൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേടാതിരുന്നിടുമോ ഭാരം ദുഃഖമേറിയപ്പോ മാനം നൊന്തു കലങ്ങിയപ്പോ ഭാരം ദുഃഖമേറിയപ്പോ മാനം നൊന്തു കലങ്ങിയപ്പോ ചാരേ അണച്ചു ആശ്വാസം നൽകി ചാരേ അണച്ചു ആശ്വാസം നൽകി നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേടാതിരുന്നിടുമോ നാഥൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേടാതിരുന്നിടുമോ കൂട്ടുകാരിൽ പരമായെന്നിൽ ആനന്ദ തൈലം പകർന്നു കൂട്ടുകാരിൽ പരമായെന്നിൽ ആനന്ദ തൈലം പകർന്നു ശത്രുമധ്യേയൻ തല ഉയർത്തി ശത്രുമധ്യേയൻ തല ഉയർത്തി നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേടാതിരുന്നിടുമോ നാഥൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേടാതിരുന്നിടുമോ കഷ്ടതയിലും കരം പിടിച്ചു കഷ്ടതയിലും കരം പിടിച്ചു കൺമണി പോൽ കരുതിയവൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേടാതിരുന്നിടുമോ നാഥൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേടാതിരുന്നിടുമോ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മെ താങ്ങി നമ്മുടെ ദൈവം, നമ്മെ നടത്തിയ നമ്മുടെ ദൈവം. സ്തോത്രം. വീണു പോകുന്നതും തോന്നിയപ്പോൾ, താണു പോകുന്നതും തോന്നിയപ്പോൾ നമ്മുടെ വലങ്കരത്തിൽ പിടിച്ച് നമ്മെ ഉയർത്തിയ ദൈവത്തെ നന്ദിയോടെ പിന്നെ നമുക്ക് ആരാധിപ്പാനിടയാകട്ടെ. എത്ര സ്തോത്രം പറഞ്ഞാലും എത്ര നന്ദി പറഞ്ഞാലും ദൈവം ചെയ്ത നന്മകൾക്ക് പരിഹാരമാകില്ല, പ്രത്യുപകാരമായി തീരുകയില്ല. അളവിടാത്ത നന്മകൾ നമ്മുടെ മേൽ ചൊരിഞ്ഞ, എണ്ണിക്കൂടാത്ത അനുഗ്രഹങ്ങൾ നമ്മൾ പകർന്നു നമ്മുടെ ദൈവത്തെ നമുക്കൊന്നുകൂടെ പാടി ആരാധിക്കാമല്ലോ. നമ്മുടെ വിശ്വാസ കണ്ണുകളെ ഉയർത്തി, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ കണ്ണുകളെ ഉയർത്തി നമ്മുടെ കർത്താവിനെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് നമുക്ക് മുഖത്തപ്പെടുത്തുവാൻ ആരാധിപ്പണ്ടയാകട്ടെ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. സ്തോത്രം.
വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. മതിലുകൾ ഉയർന്നു നിന്നാലും അതിന്റെ വലിപ്പമോ സാരമില്ല. മതിലുകൾ ഉയർന്നു നിന്നാലും അതിന്റെ വലിപ്പമോ സാരമില്ല. ഒന്നിച്ചു നാം അർപ്പിടുമ്പോൾ, ഒന്നിച്ചു നാം അർപ്പിടുമ്പോൾ വന്മാതിൽ വീഴും കൽച്ചുവട്ടിൽ, വന്മാതിൽ വീഴും കൽച്ചുവട്ടിൽ കാണുന്നു ഞാൻ. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ തകർന്നിടും, സാത്താന്റെ പ്രവൃത്തികൾ തകർന്നിടും. കാണുന്നു ഞാൻ. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. അഗ്നിതന്നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിതന്നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്നു, അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്നു. കൂടെ വരുവാൻ കർത്തനുണ്ട്, കൂടെ വരുവാൻ കർത്തനുണ്ട്. കാണുന്നു ഞാൻ. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിന്റെ വലിപ്പമോ സാരമില്ല. യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിന്റെ വലിപ്പമോ സാരമില്ല. ഒന്നിച്ചു നാം അർപ്പിടുമ്പോൾ, ഒന്നിച്ചു നാം അർപ്പിടുമ്പോൾ വന്മാതിൽ വീഴും കൽച്ചുവട്ടിൽ, വന്മാതിൽ വീഴും കൽച്ചുവട്ടിൽ കാണുന്നു ഞാൻ. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ. വിശ്വാസത്താൽ എൻ
ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ കണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ കണ്ടാകുന്നു. ഹല്ലേലൂയ. Thank you, Lord Jesus. Thank you, Lord Jesus. Chubalaba Shantanadiana. Rabana Hatunadara Shaudabalabas. പരിശുദ്ധ പിതാവേ, ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ സന്നിധാനത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. അവിടെ ഞങ്ങളിൽ പകർന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. അവിടെ ശക്തിക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നത് കർത്താവേ. ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ നിമിഷം വരെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ ആരാധിപ്പാൻ ഒക്കെ ദൈവം ഞങ്ങൾ കൃപ നൽകി. നല്ല സംഗീതത്തിന്റെ ഭാഗം ഞങ്ങൾക്ക് നൽകിയതായി സ്തോത്രം. ഞങ്ങളുടെ പഠനമേ സംസാരിക്കണമേ. ആവശ്യമായ നല്ല പ്രബോധനം ഇന്ന് രാവിലെ സമയം ഞങ്ങളെ കേൾപ്പിക്കും. കൃപ കൊണ്ട് നിറയ്ക്കും. ഗാനശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാൻ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ബലപ്പെടുത്തിയല്ലോ. ചേർന്ന് പാടി ആരാധിപ്പാടികളെ ശക്തീകരിച്ചനായി സ്തോത്രം. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും നിറവിലും നിയോഗത്തിലുമായിരിക്കാൻ ദൈവം സഹായിക്കും. മഹത്വം അങ്ങയ്ക്ക് ക്രിസ്തുയേശുവിൻ ധന്യമുള്ള നാമത്തിൽ സ്വർഗീയ പിതാവേ. എല്ലാവർക്കും ഇരിക്കാം. Praise the Lord. Hallelujah. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതവേളയിൽ മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ സഭയായി നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ, വിശേഷിയാൽ ഇന്ന് പകൽവേള വിശുദ്ധ സഭായോഗമായി പ്രഭാതവേളയിൽ തന്നെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധാനത്തിലായി ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരുക്കിയ നല്ല സാവകാശത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില ആഴ്ചകൾക്ക് ശേഷമാണ് ഈ ഹാളിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ഇങ്ങനെ അവസരം ഒരുങ്ങിയത്. ഇവിടെ നടന്ന മെയിൻ്റനൻസ് പണിയുള്ള ബന്ധത്തിൽ ചില ആഴ്ചകൾ അപ്പമായി ഞെരങ്ങി നമുക്ക്
മറ്റൊരു റൂമിൽ ദൈവത്തെ ആരാധിക്കുവാൻ ഇടയായി. എന്നാൽ ഇന്ന് പകൽവേള ഒരുമിച്ച് കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇങ്ങനെ അവസരം ദൈവം ഒരുക്കിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം നമുക്ക് നൽകിയ എല്ലാ അവസരത്തെയും ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്തു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ഈ രാവിലെ സമയം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ചിലവഴിപ്പാൻ ലഭിച്ച ഈ സമയം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ 9 മാസക്കാലം ദൈവം നമ്മെ ഭദ്രമായി അവിടെ ഇവിടങ്ങളായി സൂക്ഷിച്ചു. നമ്മുടെ യാത്രകളിൽ, നമ്മുടെ ജോലി കാര്യങ്ങളിൽ, നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളിൽ എല്ലാം ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചറിവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. നമ്മുടെ കൂട്ടായ്മകളൊക്കെ ദൈവം അനുഗ്രഹിപ്പാനിടയായി തീർന്നു. ഇന്ന് പകൽവേള വളരെ സന്തോഷത്തോടെ ഈ 10ാമത്തെ മാസം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പ്രാരംഭ വെള്ളിയാഴ്ച പകൽവേളയിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും ദീർഘിപ്പിച്ച് നൽകിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽവേള കടന്നു വന്ന നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരേണ്ടത് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം. കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് താമസിച്ചാൽ ഇന്ന് ഇവിടുത്തെ ആരാധന കഴിഞ്ഞ ശേഷം ഇബ്രാഹിലുള്ള നമ്മുടെ ബ്രാഞ്ച് ചർച്ചിലേക്ക് ഞാനും ഞങ്ങൾ കുടുംബമായി പ്രിയ സഹോദരൻ അലക്സാണ്ടർ പ്രിയ മോനിയോട് ഒരുമിച്ച് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവമക്കൾ ഓർത്ത് പ്രാർത്ഥിക്കുക. കടന്നുപോയി അവിടെയുള്ള ആരാധനയെ സംബന്ധിച്ച് ക്ഷേമത്തോടെ കടന്നു വന്ന് വൈകിയ വേളയിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവകൃപ നൽകേണ്ടതിനായി വളരെ പ്രാർത്ഥന ഞങ്ങൾ ആവശ്യപ്പെടുന്നു. കർത്താവ് സഹായിക്കട്ടെ. വേഗത്തിൽ സങ്കീർത്തന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. 8ാം സങ്കീർത്തനമാണ് ഈ രാവിലെ സമയം നാം പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീർന്നത്. സ്തോത്രം. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമായിട്ട് ഈ സങ്കീർത്തനം നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് വളരെ വ്യക്തമായി ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും ഓർപ്പിക്കുകയാണ് സങ്കീർത്തനക്കാരൻ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ കൈകളുടെ പ്രവൃത്തിയായ ആകാശവും അതിലെ ആ സകല നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും അതിൻ്റെതായ തേജസ്സും ദൈവത്തിൻ്റെ തേജസ്സും, അപ്പോൾ തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ മനുഷ്യരുടേതായ അനുഭവങ്ങളും വളരെ വിവരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തന ഭാഗം. സ്തോത്രം. ഈ സങ്കീർത്തനത്തിൽ നമ്മൾ 1-ാം വാക്യം വായിക്കുമ്പോൾ ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്ത് നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. സ്തോത്രം. ഈ സങ്കീർത്തനം നമുക്ക് പഠിക്കുമ്പോൾ ലോകത്തിലെ അനേക പ്രഗത്ഭന്മാരായ ശാസ്ത്രജ്ഞന്മാരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു സങ്കീർത്തനമായിട്ട് ഈ സങ്കീർത്തനത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പ്രത്യേകാൽ അനേക ഗഗനചാരികൾ അവർ ആകാശമണ്ഡലങ്ങളിൽ യാത്ര ചെയ്ത് നക്ഷത്രമണ്ഡലങ്ങളിൽ പ്രത്യേകാൽ ചന്ദ്രഗോളത്തിൽ എത്തിച്ചേർന്ന് അവർ അവിടെ നടക്കുകയും അവിടെ കണ്ടതും അവർ ഭൂമിയിൽ അവർ ദർശിച്ചതുമായ കാര്യങ്ങൾ അവർ ഓർത്തപ്പോൾ അവർ പറയുകയാണ്, മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്തുമാത്രം. സ്തോത്രം. ഒരിക്കൽ എഡ്വിൻ ആൾഡ്രിൻ എന്ന ഗഗനചാരി ചന്ദ്രനിൽ ഇറങ്ങിയ ശേഷം അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് ഭൂമിയിലേക്ക് ആദ്യം അയച്ചൊരു സന്ദേശം ഈ 8ാം സങ്കീർത്തന ദൈവഭക്തനായ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. അല്ലെങ്കിൽ ഭൂമിയിലേക്ക് അയച്ച ആദ്യത്തെ സന്ദേശം എന്നുള്ളത് ഈ 8ാം സങ്കീർത്തനത്തിൻ്റെ 3-4 വാക്യങ്ങളാണ് സന്ദേശമായിട്ട് ഭൂമിയിലേക്ക് അയച്ചതെന്നാണ് പറയപ്പെടുന്നത്. സ്തോത്രം. നീ നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്. സ്തോത്രം. അങ്ങനെ ഈ സങ്കീർത്തനം വളരെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു സങ്കീർത്തനമായിട്ട് നമുക്ക് ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലങ്ങൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. ആകാശത്തിൽ ദൈവം തൻ്റെ തേജസ്സിനെ വിരിച്ചിരിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. പ്രപഞ്ചത്തിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന തൻ്റെ തേജസ്, മനുഷ്യപുത്രന്മാരോടുള്ള ബന്ധത്തിൽ ദൈവം വെളിപ്പെടുത്തിയ തൻ്റെ മഹത്വം, ഇതെല്ലാം ഈ ചുരുങ്ങിയ 9 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പ്രതിപാദിച്ചിരിക്കുക. അപ്പോൾ തന്നെ ഭൂമിയിലെ ചരിക്കുന്ന മൃഗങ്ങളെയും ഒക്കെ കുറിച്ച് അവൻ ഇവിടെ
പ്രതിപാദിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവസാനം പറഞ്ഞു നിർത്തുമ്പോൾ വീണ്ടും താൻ പറയുന്ന ഭാഗം ഇങ്ങനെയുണ്ട്: ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്രയോ ശ്രേഷ്ഠമായിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടിപ്പുകളും കണ്ടപ്പോൾ, സകലത്തെയും നോക്കിക്കഴിഞ്ഞപ്പോൾ, മനുഷ്യനെ നോക്കിക്കഴിഞ്ഞപ്പോൾ, ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളെ നോക്കിക്കഴിഞ്ഞപ്പോൾ, സ്തോത്രം, സംഗീതകാരൻ പറയുകയാണ്, എത്രയോ ശ്രേഷ്ഠമാണ് അവിടുത്തെ നാമം, അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം എത്രയോ വലിയതാണ് എന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. ഇവിടെ നമുക്ക് ഈ സങ്കീർത്തനം പഠിക്കുമ്പോൾ 1-ാം വാക്യത്തിൽ വായിച്ചല്ലോ, നീ ആകാശത്തിൽ നിന്റെ തേജസ് വച്ചിരിക്കുന്നു. 19-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം തൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ദൈവത്തിൻ്റെ പണിയെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെ അത് പ്രസിദ്ധമാക്കിയാണ് ആകാശവിധാനം. ആകാശത്തിലേക്കൊന്ന് നോക്കിയേ, സ്തോത്രം, എത്രയോ ശ്രേഷ്ഠമാണ് ദൈവത്തിൻ്റെ സൃഷ്ടികൾ. ശ്രദ്ധിക്കണം, അനേക ശാസ്ത്രജ്ഞന്മാർ ഈ ആകാശമണ്ഡലത്തിൽ അവർ സ്തോത്രം പഠനം നടത്തിയപ്പോൾ അവർ കണ്ട നക്ഷത്ര കൂട്ടങ്ങളെയൊക്കെ ഹല്ലേലൂയ അവർ ഓരോ പേര് വിളിക്കുവാനിടയായി. ആകാശമണ്ഡല നക്ഷത്രങ്ങളെ അവർ എണ്ണുവാൻ പലരും ഹല്ലേലൂയ നോക്കിയപ്പോഴും അവരെല്ലാം പരാജയപ്പെട്ടു. പക്ഷേ ദൈവത്തെക്കുറിച്ച് പറയുന്നത്, നീ നക്ഷത്രങ്ങളെല്ലാം പേര് ചൊല്ലി വിളിക്കുന്നു എന്നാ. സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ തന്നെ ശ്രദ്ധിക്കണേ, ഈ മനുഷ്യർക്ക് ഈ ആകാശമണ്ഡലത്തിലെ നക്ഷത്രങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിഞ്ഞില്ല, അവർ പരാജയപ്പെട്ടു. പക്ഷേ ഹല്ലേലൂയ, അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, അബ്രഹാമേ, നീ ആകാശത്തിലേക്കൊന്ന് നോക്ക്, ഹല്ലേലൂയ, നക്ഷത്രക്കൂട്ടങ്ങളെ നിനക്ക് എണ്ണി തിട്ടപ്പെടുത്താമോ? നീ ഹല്ലേലൂയ കടൽക്കരയിലെ മണൽത്തരികളെ ഒന്ന് നോക്ക്, ആ മണൽത്തരികളെ നിനക്കൊന്ന് എണ്ണി തിട്ടപ്പെടുത്താമോ? സ്തോത്രം. അങ്ങ് ഹല്ലേലൂയ, നിനക്ക് തിട്ടപ്പെടുത്താൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതികളെ നിനക്ക് തിട്ടപ്പെടുത്തെന്ന് പറഞ്ഞാൽ, അതുപോലെ ഞാൻ നിന്റെ സന്തതികളെയും വർദ്ധിപ്പിക്കും. എന്നെ തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ ഞാൻ നിന്റെ സന്തതിയെയും വർദ്ധിപ്പിക്കുമെന്ന് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു. ശരിക്കും ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യർക്ക് അത് സാധിക്കാതിരിക്കുക. കാരണം ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം അത്ര വലുതാ. സ്തോത്രം. ദൈവത്തിന്റെ സൃഷ്ടിപ്പിലെ മഹത്വം എത്രയോ ശ്രേഷ്ഠമാണ്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ. സ്തോത്രം. അടുത്തത്, നീ ശിശുക്കളുടെയും മുലപിടിക്കുന്നവരുടെയും വായിൽ ബലം നിയമിച്ചിരിക്കുന്നു. സ്തോത്രം. ഇതിന്റെ ഭാഗങ്ങളൊക്കെ വിടുക. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഓർക്കുമ്പോൾ നീ മർത്യനെ ഓർക്കേണ്ടതിന് അവൻ എന്ത്? നമ്മളെ ഓർക്കേണ്ടതിന് നാം എന്തുമാത്രമുള്ളൂ. നമ്മുടെ ദൈവം നമ്മെ ഓർക്കേണ്ടതിന് നമ്മൾ എന്തുമാത്രമുള്ളൂ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ, ദൈവത്തിന്റെ മറ്റു സൃഷ്ടിപ്പുകളെ നോക്കുമ്പോൾ, അല്ല, നമ്മളെ അവൻ ഓർക്കേണ്ടതിന് നാം എന്തുമാത്രമുണ്ട്. സ്തോത്രം. ശ്രദ്ധിക്കണേ, സ്തോത്രം. നമുക്ക് അറിയാമല്ലോ, ഒരു സത്യമുണ്ട്, ഈ ചന്ദ്രന് സ്വയമേ പ്രകാശിക്കാൻ കഴിയുന്നില്ല. അതെല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. എങ്ങനെ പിന്നെ പ്രകാശിക്കുന്നത്? നാം പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? സൂര്യൻ്റെ പ്രകാശം ആഗിരണം ചെയ്ത് അത് പ്രതിഫലിപ്പിക്കുകയാണ് ചന്ദ്രൻ ചെയ്യുന്നതെന്നാണ് നാം പഠിച്ചിരിക്കുന്നത്. ശാസ്ത്രലോകവും അതാണ് നമ്മളോട് വിളിച്ചു പറയുന്നത്. സ്തോത്രം. ശ്രദ്ധിക്കണേ, സ്തോത്രം. അങ്ങനെ അല്ല, ചന്ദ്രഗോളത്തിന് സ്വയമേ പ്രകാശിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം നോക്കിയ തൻ്റെ കൈകളുടെ പ്രവൃത്തിയായ മനുഷ്യപുത്രനെ ദൈവം സൃഷ്ടിച്ച് തൻ്റെ മഹത്വം അതിൽ കൂടെ വെളിപ്പെടുത്തിയെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മളെ അവൻ ഓർത്തെങ്കിൽ, ഹല്ലേലൂയ, ഓർക്കുവാൻ തക്കവണ്ണം നമ്മൾ എന്തുമാത്രം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. താഴോട്ട് വായിച്ചു ഞാൻ ഭാഗങ്ങളൊക്കെ ഞാൻ വിശദീകരിക്കാൻ താല്പര്യപ്പെടുമ്പോൾ വേഗത്തിൽ മുമ്പോട്ട് പോകണമല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം, സ്തോത്രം, അവൻ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണേ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? സ്വന്തം സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. എങ്ങനെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ തേജസ് അവനിൽ, സ്തോത്രം, വരുത്തി എന്നുള്ള, അവൻ ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് മൂടപ്പെട്ടവനായിരുന്നു. സ്തോത്രം. അതാണ് അവന് നഷ്ടപ്പെട്ടു. പാപം ചെയ്തപ്പോൾ ആ തേജസ് എന്ത് ചെയ്തു? അവന് നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. അവൻ നഗ്നനെന്ന് അവന് തോന്നി. തേജസ് അവനെ വാരി ചുറ്റിയിരുന്നതാണ്. സ്തോത്രം.
ഹല്ലേലൂയ. ആ തേജസ് പാപം ചെയ്തതോടുകൂടെ, ദൈവത്തോട് തെറ്റ് ചെയ്തതുകൊണ്ട്, അനുസരണക്കേട് കാണിച്ചതുപോലെ അതോടുകൂടെ അവന് ഹല്ലേലൂയ സ്തോത്ര തേജസ് അവന് നഷ്ടപ്പെട്ടു പോയി. ശ്രദ്ധിക്കണം, നമുക്ക് നഷ്ടപ്പെട്ടു പോയത് തിരികെ നൽകാനാ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നമുക്ക് നഷ്ടപ്പെട്ടു പോയതിനെ നമുക്ക് തിരികെ നൽകാൻ. സ്തോത്രം. ഹല്ലേലൂയ. മർത്യനെ നീ ഓർക്കേണ്ടതിനകത്ത് തേജസ്സും ബഹുമാനവും നീ അവനെ അണിയിച്ചു. സ്തോത്രം. നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ മനുഷ്യനെ കീഴ്പ്പെടുത്താൻ കഴിയാതെ പോയിട്ട് എന്തുണ്ടെന്ന് അവൻ ഇന്ന് സകലത്തെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് വരിക. അവൻ എത്തിച്ചേരാൻ കഴിയാത്ത ഒരു മേഖലകളുമില്ലെന്ന് അവിടെ ഭയങ്കര ശ്രദ്ധിക്കുക. അവൻ സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കി. അവൻ്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ, നിന്റെ കൈകളുടെ പ്രവർത്തികൾ നീ അവനെ അധിപതിയാക്കി. സ്തോത്രം. അതിന്റെ മേൽ അധികാരിയാക്കി വെച്ചു. സകല മൃഗങ്ങളും അവന് കീഴ്പ്പെടുന്നുണ്ട്. ഈ ലോകത്തിലെ സകല സൃഷ്ടികളും അവന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുക. സകലം അവൻ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ദൈവത്തിന്റെ വാക്കിന് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് മാറ്റം വരുന്നുണ്ടോ? നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നുവല്ലോ. ഇത് എന്താണ് മനുഷ്യന് കീഴ്പ്പെട്ട് വരാത്തത്? ഞാൻ പറയുന്നല്ലേ, കൈത്തണ്ടിലിട്ട് അമ്മാനമാടിക്കൊണ്ടിരിക്കുക മനുഷ്യൻ ഇന്ന് സകലത്തെയും. ആ അനുഭവത്തിൽ അല്ലെങ്കിൽ ആ നിലയിലേക്ക് മനുഷ്യൻ എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുന്നു. സ്തോത്രം. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കാം. ഇതെല്ലാം പറഞ്ഞിട്ട് ആ ആടുകളെയും കാളകളെയും എല്ലാം, കാട്ടിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗത്തിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ ദൈവം എന്തിനു മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു? അധിപതിയാക്കി. എന്തിനൊക്കെയാ? സ്തോത്രം. ആടുകളെയും കാളകളെയും എല്ലാം, കാട്ടിലെ മൃഗങ്ങളെയും ഒക്കെയും, ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന് ഭൂമിയിലുള്ള സകലത്തെയും അവനെ അധിപതിയാക്കി വെച്ചു. അവൻ നിയന്ത്രിക്കുന്നിടത്തേക്ക് വരുന്ന വിധത്തിലായി ഇന്ന് മനുഷ്യൻ. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്കുകൾക്ക് മാറ്റം വരുന്നില്ല. ഇതൊക്കെ നമ്മളോട് വിളിച്ചു പറയുന്നത് സ്തോത്രം, ദൈവം പറഞ്ഞതിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. സ്തോത്രം. എല്ലാം പറഞ്ഞിട്ട് അവസാനം പറയുകയാണ്, ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്രയോ ശ്രേഷ്ഠമായിരിക്കും. അവൻ നമ്മെ ഓർത്തത് പകൽവേള ദൈവം നമ്മെ ഓർത്തത് കൊണ്ടാണ് നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. നമ്മെ ഓർക്കത്തക്കവണ്ണം നമ്മൾ എന്തുമാത്രം ഉണ്ടായിരുന്നു. സ്തോത്രം. നമ്മൾക്ക് ദൈവം തന്നത് മുഴുവൻ നമ്മൾ നഷ്ടപ്പെടുത്തി. മനുഷ്യകുലത്തിന് ദൈവം നൽകിയത് മുഴുവൻ എന്ത് ചെയ്തു? മനുഷ്യൻ നഷ്ടപ്പെടുത്തി. സ്തോത്രം. ഹല്ലേലൂയ. സകലവും അവനെതിരായി തീർന്നു. പക്ഷേ ദൈവം അവനെ വീണ്ടെടുത്തതോടുകൂടെ സകലവും അവന്റെ കാൽ കീഴാകാൻ തുടങ്ങി. അവന്റെ അല്ലെങ്കിൽ നിയന്ത്രണത്തിലാകാൻ തുടങ്ങി. ഇന്ന് പകൽവേള ഓർത്തുകൊള്ളണമേ, ദൈവം നമ്മെ ഓർത്തത് കൊണ്ടാ, ദൈവം മനുഷ്യനെ ഓർത്തത് കൊണ്ടാ. സ്തോത്രം. ആ ദൈവത്തെ മാനിച്ച്, ആ ദൈവത്തെ ആദരിച്ച്, ആ ദൈവത്തിന്റെ വിശ്വസ്തതകൾ ഓർത്ത ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങൾ കർത്താവിനെ സേവിച്ച് മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി ഓരോ ദിവസവും നമുക്ക് മുന്നേറാം. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ഈ വാക്കുകളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് സാക്ഷ്യത്തിനുള്ള സമയമാണ്. വേഗത്തിൽ സമയത്തെ നമുക്ക് വിനിയോഗിക്കാം. അതിന് പ്രാരംഭമായി നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് വന്ന് വാക്യം പ്രസ്താവിക്കുന്നതാണ്. ചിൽഡ്രൻ കം ഫോർവേഡ് ഫോർ recitation. Abel Manoji will lead the session. Please come forward. Praise the Lord. Isaiah 26 verses 3. You will keep in perfect peace those whose minds are steadfast, because they trust in you. Amen.
നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഈ രാവിലെ സമയം നമ്മുടെ കുഞ്ഞുങ്ങളുമായി ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ ദൈവമായ കർത്താവ് നമുക്ക് സാവകാശം ഒരുക്കി തന്നു. ഈ രാവിലെ സമയം നമ്മുടെ കുഞ്ഞുങ്ങളെ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവം കൂട്ടിവരുത്തിയല്ലോ. പിന്നെ ദൈവം അവരെ അനുഗ്രഹിക്കേണ്ടതിനായി, ദൈവകൃപ അവരിൽ പകർന്നവരെ മാനിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ നിറയപ്പെട്ടവരായി, ദൈവത്താൽ അല്ലെങ്കിൽ ഉപദേശിക്കപ്പെട്ടവരായി ഓരോ ദിവസവും അവർ മുന്നോട്ട് വളർന്ന് വരുവാൻ ദൈവകൃപയിൽ ദൈവം അവരെ വളർത്തിക്കൊണ്ട് വരേണ്ടതിനായി ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം, സ്തോത്രം. അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ദൈവം കൂടിരുന്നു. പരീക്ഷാ ദിനങ്ങളിലൊക്കെ ദൈവം കൂടുതൽ അവരെ സഹായിച്ചു. വേണ്ട ദൈവകൃപ അവരുടെ മേൽ പകർന്നു. അവരുടെ യാത്രകളൊക്കെ കൂടുന്നവരെ അനുഗ്രഹിച്ചല്ലോ. തുടർന്ന് ദൈവം അവരെ ബലപ്പെടുത്തേണ്ടതിനായി ദൈവസന്നിധാനത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കരങ്ങളെ കുഞ്ഞുങ്ങളുടെ മേൽ നീട്ടി അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. പരിശുദ്ധ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ആഴ്ചയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂട്ടിവരുത്തിയല്ലോ. കർത്താവേ, ആയുസ്സോടെ ആരോഗ്യത്തോടെ കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ചേർന്ന് അങ്ങേ ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്തതിനായി സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയുടെ ദിനങ്ങളിൽ അവരുടെ സ്കൂൾ യാത്രകളിൽ പഠനകാര്യങ്ങളൊക്കെ കൂടിയിരുന്നു. പരീക്ഷ എഴുതിയ കുഞ്ഞുങ്ങളോടൊപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം നൽകി അവരെ അനുഗ്രഹിച്ചതോർത്ത് സ്തോത്രം. തുടർന്ന് ദൈവരെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുസരണവും ദൈവഭക്തിയും ദൈവകൃപയുള്ളവരായി, ആത്മീയരായി, ഹല്ലേലൂയ, മാതൃകയുള്ള കുഞ്ഞുങ്ങളായി അവർ ഓരോ ദിവസവും വർദ്ധിച്ചു വരുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തെ അവിടുന്ന് മഹത്വപ്പെടുത്തണമേ. കർത്താവേ, അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ഓരോ ദിവസം മുന്നേറടയാക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഭയായി ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. കർത്താവേ, എല്ലാ വിധത്തിലും മാനിച്ച് ആദരിക്കും. പുത്രനാമത്തെ മഹത്വപ്പെടുത്തും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർഗീയ പിതാവേ. ഷൗട്ട് ഹല്ലേലൂയ. God bless you. Be seated. വേഗത്തിൽ എഴുന്നേറ്റ് സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കാം. സഹോദരിമാർക്ക് സാക്ഷ്യം പറയില്ലെങ്കിൽ സഹോദരന്മാർക്ക് പറയാം. അമ്മയ്ക്ക് നാമത്തിന് സ്തോത്രം. പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സാക്ഷിയായി സഭയിൽ നിൽപ്പാൻ ദൈവം അടിയൻ്റെയും ജീവിതത്തിൽ നിന്ന് വലിയൊരു അവസരത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വർഷക്കാലങ്ങളൊക്കെയും സൗഹാർദ്ദമായിരിക്കാൻ ദൈവം ഞങ്ങളെ കുടുംബമായിട്ട് സഹായിച്ചു. പ്രാവശ്യം കൂടെ ദൈവസഭയോട് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്താനും ഒക്കെയും ദൈവം സഹായിച്ച കൃപകൾക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ദൈവം അത്ഭുതകരമായി ഞങ്ങളെ ആ ദേശത്ത് പരിപാലിച്ചു. അയാൾ പ്രാർത്ഥനാ വിഷയമായിട്ട് പറയാനുള്ളത്, പൈതങ്ങൾ രണ്ടുപേരും ഈ വർഷം ബോർഡ് എക്സാമിനായിട്ട് തയ്യാറെടുക്കുകയാണ്. മൂത്ത മോള് 12th ഇളയാൾ 10th ആയിരിക്കുന്നു. കഴിഞ്ഞ കാലമൊക്കെയും ദൈവസഭയുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആശ്വാസവും വിടുതലുമായിരുന്നു. തുടർന്നും പ്രാർത്ഥന ഓർക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരുന്നു. പേരെന്ന് പറയാമോ? ബിനു ജോൺ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എന്നാശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എന്നാശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സുസ്ഥനാഥൻ്റെ കരവിരുത്. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സുസ്ഥനാഥൻ്റെ കരവിരുത്. മഹിമയിൻ പ്രഭുതാൻ
മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. ദൈവനാമത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടി ദൈവത്തിന് എഴുന്നേൽപ്പാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവഗീതമായാൽ നെക്സ്റ്റ് ഫ്രൈഡേ ഞങ്ങൾ കുടുംബമായി നാട്ടിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളൊരു ചെറിയൊരു ഭവനം നിർമ്മിക്കുവാൻ ദൈവം സഹായിച്ചു. അതിൻ്റെ ഹൗസ് വാമിങ്ങിനായിട്ടാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. പ്രാർത്ഥിച്ച ദേവദാസനും കുടുംബത്തോടും എല്ലാ ദൈവമക്കളോടും നന്ദി അറിയിക്കുന്നു. ഒക്ടോബർ 20 ഞങ്ങൾ ഹൗസ് വാമിങ്ങിന് തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പാസ്റ്ററേയും കുടുംബത്തെയും എല്ലാ ദൈവമക്കളെയും ഞങ്ങൾ ഹർദ്ദമായി ക്ഷണിക്കുന്നു. നാട്ടിലായിരിക്കുന്നവരെയും പ്രത്യേകമായിട്ട് ക്ഷണിച്ച് വന്ന് സംബന്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ യാത്ര ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവാരാധനയിൽ പ്രിയപ്പെട്ട ദേവദാസനോടും കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എൽഡേഴ്സ് ആയിട്ടുള്ള പ്രിയപ്പെട്ട ഇവരോടൊത്ത് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം അടിൻ്റെ ജീവിതം നൽകി തന്ന നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ നാം ഏവരും ആഗ്രഹിക്കുകയും പ്രാർത്ഥനയും ചെയ്ത പ്രകാരം നമ്മുടെ യൂത്ത് ഫെലോഷിപ്പിൻ്റെ യൂത്ത് ഫെസ്റ്റ്, അതുപോലെ തന്നെ യൂത്ത് ബൈബിൾ സ്റ്റഡി വരുന്ന ആഴ്ച നമുക്ക് ക്രമീകരിച്ചിട്ടുണ്ടല്ലോ. എല്ലാ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥന ആ വിഷയത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആ കാര്യങ്ങൾ നടക്കുവാൻ ദൈവം സഹായിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. വിശേഷാൽ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളും 12th വരെ പഠിക്കുന്ന എല്ലാ പ്രിയ കുഞ്ഞുങ്ങളും നാളത്തെ നമ്മുടെ യൂത്ത് ഫെസ്റ്റിനെ കടന്നു വന്ന് അത് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം. കടന്നു വരുന്ന ഏവരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായിരിക്കും. അതോടൊപ്പം തന്നെ നാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത് നമ്മുടെ കൺഫേം ചെയ്ത പ്രകാരം പ്രിയ ദേവദാസൻ പാസ്റ്റർ സജികുമാർ, പ്രിയ ദേവദാസൻ ഇന്ന് പാൽക്കാലം നാട്ടിൽ നിന്ന് യാത്ര തിരിക്കുന്നു. നിങ്ങളേവരും പ്രിയ ദേവദാസൻ്റെ യാത്ര ഓർത്ത് പ്രാർത്ഥിക്കുക. തക്ക സമയത്ത് ക്ഷേമത്തോടെ ഇവിടെ കടന്നു വന്ന് ഇവിടെ ആയിരിക്കുന്ന ദിനങ്ങൾ പ്രിയ ദേവദാസൻ്റെ ശുശ്രൂഷകളെ എല്ലാം നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. പ്രത്യേക എല്ലാ പ്രിയപ്പെട്ടവരും ഇന്ന് ഈ ദിവസം വരെ നമ്മുടെ യൂത്ത് ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നൽകി തന്ന എല്ലാ പ്രാർത്ഥനകൾക്കും സഹകരണങ്ങൾക്കും സപ്പോർട്ടിനും എല്ലാത്തിനും നിങ്ങളേവരും നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ദിവസത്തിൽ കാണുന്നു. ഇവിടെ പറഞ്ഞ സാക്ഷ്യവാചകങ്ങളൊക്കെ നാം കേട്ടല്ലോ. നമ്മുടെ പ്രിയ സഹോദരൻ ബിനു ജോൺ സലാലിൽ നിന്ന് കടന്നു വരുവാൻ നമുക്കൊരുമിച്ച് ദൈവത്തെ ഇന്ന് പകൽവേള ആരാധിപ്പാൻ കഥാവ് അവസരമൊരുക്കി. പ്രിയ സഹോദരനെ കുടുംബമായി ദൈവം സഹായിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ കുഞ്ഞുങ്ങൾ 10th 12th ക്ലാസ്സുകളിൽ ബോർഡ് എക്സാം ഈ വർഷം എഴുതുന്നതെന്ന് അറിയിച്ചിട്ടുണ്ടല്ലോ. ദൈവം അവരെ സഹായിപ്പാൻ നന്നായി പഠിക്കുവാനും നല്ല വിജയം പ്രിയ കുഞ്ഞുങ്ങൾക്കുണ്ടാകുവാനും പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്തും നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. പ്രിയ സഹോദരൻ ജേക്കബ് കഥ വരുവാൻ താമസിച്ചാൽ അടുത്ത ആഴ്ച ദൈവം അവർക്ക് ദാനമായി നൽകിയ ഭവനത്തിൻ്റെ ഡെഡിക്കേഷനുള്ള ബന്ധത്തിൽ നാട്ടിലേക്ക് കടന്നു പോകുന്നു. ആ ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രിയപ്പെട്ടവരുടെ യാത്രയിൽ കൂടിയിരിക്കേണ്ടതിനായിട്ട് എല്ലാ കാര്യങ്ങളും തക്ക സമയത്ത് ക്രമീകരിക്കപ്പെട്ട് ആ ശുശ്രൂഷ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഒക്ടോബർ 20 നന്നായി നടക്കുവാൻ ദൈവം കൃപ ചെയ്യേണ്ടതിനായി കാര്യങ്ങളൊക്കെ ദൈവം അനുകൂലമാക്കി തീർക്കേണ്ടതിനായിട്ടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. പ്രിയ റോബിൻ പറഞ്ഞ വിഷയം നാം കേട്ടു. ചില നാളുകളായി നാം ദൈവസന്നിധാനത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു വരുന്ന പോലെ നമ്മുടെ യൂത്ത് ഫെസ്റ്റും ബൈബിൾ സ്റ്റഡിയും നാളെ മുതലുള്ള ദിവസങ്ങളിൽ ആരംഭിക്കുകയാണ്. ദൈവം സഹായിക്കേണ്ടതിനായി ആ കൂട്ടായ്മകളൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതികാൽ ഈ ബൈബിൾ സ്റ്റഡിയുള്ള ബന്ധത്തിൽ കടന്നു വരുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സജികുമാറിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാവിലെ സമയം പ്രിയ കർത്താവിൻ്റെ ദാസൻ നാട്ടിൽ നിന്ന് യാത്ര തിരിക്കുന്നു. യാത്ര ഏറ്റവും അനുഗ്രഹമായി തീരും. ക്ഷേമത്തോടെ തക്ക സമയത്ത് ഇവിടെ എത്തിച്ചേരുവാൻ
ശുശ്രൂഷയൊക്കെ വളരെ ഭംഗിയായി തീരുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം ശക്തീകരിക്കേണ്ടതിനായിട്ടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ ഗൾമാമ ശാരീരമായ പ്രയാസത്തോടെ അല്പമായ പ്രയാസത്തോടെ താനായിരിക്കും. ദൈവം പൂർണ്ണ ആരോഗ്യവും ബലവും നൽകേണ്ടതിന് ചില ട്രീറ്റ്മെൻറ്റിലൊക്കെ കൂടെ കടന്നു പോകുന്നു. ദൈവം പൂർണ്ണമായ സൗഖ്യം തനിക്ക് നൽകേണ്ടതിനായി പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പകൽവേള നമ്മുടെ പ്രിയ സഹോദരൻ ജോൺസ് ജോസഫിനോടൊപ്പം ഒരു പ്രിയ പൈതൽ കടന്നു വന്നിട്ടുണ്ട് ഇല്ലേ? ജോൺ ജേക്കബ് പ്രിയ സഹോദരൻ്റെ പിതാവ് ശുശ്രൂഷിക്കുന്ന കായംകുളം സഭയിലെ അംഗമാണ്. ഇന്ന് പകൽവേള നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസരം ഒരുക്കല്ലോ. പ്രിയ പൈതലിനെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സമയം എല്ലാ കുടുംബങ്ങളെ ദൈവം സഹായിക്കണം. പലവിധമായ പ്രയാസങ്ങൾ ഭാരങ്ങൾ കൂടെ കടന്നു വന്ന ഒട്ടനവധി പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം അവരെയൊക്കെ സഹായിക്കേണ്ടതിന് പൂർണ്ണമായി ദൈവം അവരെ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് സൗഖ്യം നൽകേണ്ടതിനായി പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ പ്രത്യേകാൽ ജോലി സംബന്ധമായി മറ്റു വിവിധ നിലകളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സാമ്പത്തിക ക്ലേശങ്ങൾ ശമ്പളം ലഭിക്കാതിരിക്കുന്ന പ്രിയപ്പെട്ടവങ്ങളെല്ലാം വിഷയത്തിൽ ദൈവം ഈ ദിവസങ്ങൾ അത്ഭുതം പ്രവർത്തിക്കും. നമ്മുടെ തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ഓരോ ദിവസവും മുന്നേറുവാൻ ദൈവകൃപയിൽ അവരെല്ലാം നിലനിൽപ്പാനിടയാകേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക ദിവസങ്ങളൊക്കെ യാത്രയാകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ യാത്രകളൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവകരം അനുകൂലമായിരിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രത്തിൽ നടക്കുന്ന ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ. മാത്രമല്ല, ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഇബ്രാ ചർച്ചിലേക്ക് ഞങ്ങൾ കടന്നു പോകുന്നു. യാത്രയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കേണ്ടതിനായി വാഹനത്തെ ദൈവം നിയന്ത്രിക്കേണ്ടതിനായി ക്ഷേമത്തോടെ മടങ്ങി വന്നു വൈകിവേളയിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്യേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് വിഷയങ്ങൾ ഓർപ്പിച്ചിട്ടില്ലെങ്കിലും വിധങ്ങളായ പ്രയാസം കടന്നു വന്ന പ്രിയപ്പെട്ടവരെല്ലാം ദൈവം സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യേണ്ടതിനായി ദൈവങ്ങൾ സമർപ്പിച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാരിൽ ഒരാൾക്ക് ശബ്ദത്തെ ഇപ്പോൾ പ്രാർത്ഥിക്കാവുന്നതാണ്. മഹാപരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ പിന്നെയും നിന്നെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സംഭവബഹുലമാകുന്ന ഒരാഴ്ച കാലം ഞങ്ങളെ വിട്ട് കടന്നുപോയി. കർത്താവേ, ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ജീവനോടെ ശേഷിപ്പിച്ച കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പർവ്വതങ്ങൾ മാറിപ്പോവും, കുന്നുകൾ നീങ്ങിപ്പോവും. കർത്താവേ, എന്നാലും നിൻ്റെ ദയ ഞങ്ങളെ വിട്ടുമാറാത്തതാകയാൽ കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ ദയയോട് കരുണയോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് നിന്നെ സ്തുതിപ്പാൻ ആരാധിപ്പാനൊക്കെയും കൃപകൾ നൽകിയതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവമേ, പ്രത്യേകാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ എഴുന്നേറ്റ് തിരുസന്നിധിയിൽ നിന്റെ വചനം പറയുവാൻ തക്കവണ്ണം ദൈവമേ, നീ അവരെ ബലപ്പെടുത്തിയത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവരായി വളർന്നു വരുവാൻ സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബാല്യത്തിൽ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും അവരെ വിടുവിക്കുമാറാകണമേ. അവർക്ക് പഠിക്കുവാൻ ആവശ്യമാകുന്ന ബുദ്ധിയും ജ്ഞാനവും നൽകി കൊടുക്കുമാറാകണമേ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം അവരെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാക്ഷ്യവാദ്യങ്ങളിൽ കൂടി കർത്താവെ പ്രാർത്ഥന ആവശ്യപ്പെട്ട പ്രിയ ബിനു ജോണിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ബോർഡ് എക്സാമിൽ ദൈവത്തിൻ്റെ കരം അവർക്ക് അനുകൂലമായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, നീ അങ്ങനെ ചെയ്തിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ കർത്താവെ, ഒരു പുതിയ ഭവനം വെച്ച് അതിലേക്ക് താമസം മാറുന്ന പ്രിയ സഹോദരനെ ഞങ്ങൾ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഈ ഭൂമിയിൽ ദൈവം നൽകി കൊടുത്ത നല്ല ദാനത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആ ഭവനത്തിൽ അവർ താമസിക്കുമ്പോൾ സമാധാനത്തോട് സന്തോഷത്തോട് സ്വർഗീയ കൃപയോടുകൂടി താമസിക്കുവാൻ ദൈവം അവിടുന്ന് കരുണ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ എല്ലാ ആത്മീയവും ഭൗതികമാവുന്ന ആവശ്യങ്ങളിൽ കർത്താവ് കൃപ ചെയ്ത് അവരെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാളെ മുതൽ നടക്കുന്ന യൂത്തിൻ്റെ ഫെസ്റ്റിവലിന് വേണ്ടിയും കർത്താവെ, ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേക കുഞ്ഞുങ്ങൾ കടന്നു വന്ന് ദൈവത്തെ കാണുവാൻ, ദൈവവചനം കേൾക്കുവാൻ, അതനുസരിച്ച് ജീവിക്കാനൊക്കെയും കർത്താവെ പുതിയ തീരുമാനത്തോടും പ്രതിഷ്ഠയോടും കൂടെ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ജീവിപ്പാൻ തക്കവണ്ണം ആ ബൈബിൾ സ്റ്റഡി മൂലം ഇടയാക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ദൈവദാസൻ കർത്താവ് ഇന്ത്യയിലേക്ക് യാത്രയാകുന്നു. ആ യാത്രയിലുടനീളം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ദൂതന്മാരാളുള്ള കാവൽ കൊടുക്കുമാറാകണമേ. അവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞ്
സമാധാനത്തോടെ മടങ്ങി വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല സങ്കീർത്തനത്തെ നീ ഞങ്ങൾക്ക് നൽകി തന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഓർക്കുവാൻ ഞങ്ങൾ എന്തുമാത്രമെന്ന് ഇന്ന് രാവിലെയും ഞങ്ങൾക്ക് ചിന്തിപ്പാൻ കർത്താവെ നീ ഇടയാക്കിയത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ബലഹീനരും അപ്രാപ്തരും അശക്തരുമാണെന്ന് ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുറവുകളെ ഓർക്കാതെ വണ്ണം ഞങ്ങളെ ഇത്രത്തോളം ബലപ്പെടുത്തി നടത്തിയ ദൈവത്തിൻ്റെ കൃപയായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അല്പസമയം കൂടെ അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ തിരുസാന്നിധ്യ ബോധത്തിൽ ഞങ്ങളെ ഇരുത്തുമാറാകണമേ. തിരുവചനം കേൾക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് അഭിവൃദ്ധിക്ക് കാരണമായി തീരുവാൻ ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, തിരുമേശയിൽ നിന്നും പങ്കുകൊള്ളുവാൻ തക്കവണ്ണം പ്രാഗൽഭ്യത്തോടായിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. എല്ലാ മാനവും ചന്തവും ഉചിതവുമായി നടക്കുവാൻ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളോടുകൂടെ ഇരിക്കുമാറാകണമേ. എല്ലാ മാനവും മഹത്വവും തൃപാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ പൊന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിശ്രേഷ്ഠമുള്ള നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൽ ഒരിക്കൽ കൂടെ വന്ദനം ചൊല്ലുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവ് നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ പ്രയത്നങ്ങളെയൊക്കെ മാനിച്ച് ആദരിച്ച് നമ്മെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സാക്ഷ്യവാചനങ്ങൾ കൂടെ കേട്ട വിഷയങ്ങളെ ഓർത്ത് തുടർന്നും നമുക്ക് പ്രാർത്ഥിപ്പാൻ ഇടയായി തീരട്ടെ എന്ന് ഓർപ്പിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. മതി. വളരെ പരിചിതമായ ഒരു തിരുവചന ഭാഗമാണ് ഈ രാവിലെ സമയം നമ്മുടെ ചിന്തയ്ക്കായിട്ട് വായിക്കുവാനിടയായത്. നാം ഒട്ടനവധി പ്രസംഗങ്ങൾ ഈ ഭാഗത്തുനിന്ന് ശ്രവിച്ചിട്ടുണ്ട്. അത് നമുക്ക് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. ഇന്ന് പകൽവേള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുവാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഹിസ്കിയാ രാജാവിന് പിടിച്ച രോഗവും ദൈവം നൽകിയ സൗഖ്യവും ആണ് നാം ഈ വായിച്ച ഭാഗത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഹിസ്കിയാ രാജാവിന് മരിക്കത്തക്ക രോഗം പിടിക്കുവാനിടയായി. യഹോവയായ ദൈവം പ്രവാചകനായ യെശയ്യാവിനോട് പറയുകയാണ്, നീ ചെന്ന് ഹിസ്കിയാവിനോട് പറയണം നിന്റെ ഗൃഹകാര്യം ക്രമത്തിൽ ആക്കിക്കൊള്ളുവാൻ. വായിച്ചു വന്ന വാക്യങ്ങളിൽ ആ കാലത്ത് Somebody read please in English. And it came to pass, therefore Isaiah was gone out into the middle court, that the word of the Lord came to him, saying, Turn again and tell Hezekiah, the captain of my people, thus says the Lord, God of David, that Father, I have heard that prayer, I have seen that tear. Behold, I will heal thee on the 3rd day. Thou shalt go up unto the house of the Lord. വായിക്കാൻ അറിയാവുന്ന കുഞ്ഞുങ്ങൾ ആരും ഇല്ലെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഇംഗ്ലീഷിലൊന്ന് വായിക്കാൻ പറഞ്ഞത്. സാംസൺ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ കുഞ്ഞുങ്ങൾ, ദയവായി നിങ്ങൾ ഈ വാക്യം പറയുമ്പോൾ
നിങ്ങൾ വായിക്കാൻ, നിങ്ങൾക്ക് കൂടെ ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇംഗ്ലീഷിൽ കൂടെ വായിക്കുവാൻ പറയുന്നത്. ഓക്കെ, അടുത്ത പ്രാവശ്യം മുതൽ നിങ്ങൾ ഇംഗ്ലീഷിൽ ആ ഭാഗം വായിക്കണമെന്നുള്ള കാര്യം നിങ്ങളെ ഓർപ്പിക്കുന്നു. ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചപ്പോൾ യെശയ്യാവിനെ, പ്രവാചകനായ യെശയ്യാവിനെ ഹിസ്കിയാവിൻ്റെ അടുക്കലേക്ക് അയക്കുക. നീ മരിച്ചു പോകും നിശ്ചയം, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? മരിക്കുന്നതിന് മുമ്പ് ക്രമീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണം. ഞാൻ രണ്ട് വിധത്തിൽ അതിനെ ഇങ്ങനെ ഒന്ന് സൂചിപ്പിക്കാം. നിന്റെ വീട്ടിലെ കാര്യങ്ങൾ എന്തെല്ലാം ക്രമീകരിക്കണോ അതെല്ലാം നീ ക്രമീകരിച്ചോണം. നീ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ നിനക്ക് തീർക്കേണ്ടതുണ്ടോ, നിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ എന്തെല്ലാം ചെയ്തു തീർക്കേണ്ടതുണ്ടോ, ക്രമീകരണങ്ങൾ വരുത്തേണ്ടതുണ്ടോ, അതെല്ലാം ചെയ്തു തീർത്തോണം. രണ്ട്, നിന്റെ സ്വർഗീയ വീട്ടിലേക്ക് പോകുവാനുള്ള, ആ വീട്ടിലേക്ക് പോകേണ്ടതിന് വേണ്ടിയുള്ള നിന്റെ ഗ്രഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നീ ക്രമീകരിച്ചോണം. അറിയാം, ചിലരുടെ മരണത്തിന് മുമ്പ് അവർ ഒത്തിരി കാര്യങ്ങൾ ധൃതി വെച്ച് തീർക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒത്തിരി കാര്യം നമ്മൾ ചിന്തിച്ചു പോകും, എന്തിനാണ് ഇവരിങ്ങനെ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ചിലപ്പോൾ അവരുടെ ബന്ധുക്കളെയും സ്വന്തക്കാരെയും ഒക്കെ ബന്ധുമിത്രാദികളൊക്കെ പോയി കണ്ട് അവർ സന്തോഷത്തോടെ മടങ്ങി വരും. ചെയ്യാനുള്ള കടമകളും കർത്തവ്യങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ അവർ ചെയ്തു തീർക്കും. ഇതൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ ചെയ്യുന്നത് കാണുമ്പോൾ അതുവരെ ഒരു ഒഴുക്കൻ മട്ടിൽ കടന്നുപോയ പ്രിയപ്പെട്ടവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ വേഗത്തിൽ ചെയ്യുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകും, എന്താ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു. അടുത്ത നിമിഷം നമ്മൾ കേൾക്കുന്ന വാർത്ത ഒരുപക്ഷെ ആ വ്യക്തിയുടെ മരണ വാർത്തയായിരിക്കും. അദ്ദേഹം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അത് ചെയ്തു തീർക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പലതും ഇങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹിസ്കിയാവിനോട് പറയുന്നു, നീ ഒരു കാര്യം ചെയ്യണം, നിനക്ക് ചെയ്യാനുള്ളതെല്ലാം നീ ചെയ്തു തീർത്തോണം. നീ എന്ത് ചെയ്യും? മരിച്ചു പോകും. ഇനി നീ ശേഷിക്കുകയില്ല, നീ ജീവിക്കുകയില്ല, മരിച്ചു പോകുമെന്ന് വളരെ ശക്തമായിട്ട് യെശയ്യാവ് ഹിസ്കിയാവിനോട് അറിയിക്കുക. ഇത് കേട്ട ഉടനെ തന്നെ ഹിസ്കിയാവ് എന്താ ചെയ്തത്? ദൈവത്തിൻ്റെ സന്നിധാനത്ത് നിലവിളിക്കാൻ തുടങ്ങി. അവൻ ദൈവത്തോടെ നിലവിളിച്ച് പറഞ്ഞ കാര്യം ചിലതുണ്ട്. അവിടെ ഇങ്ങനെ താൻ വായിക്കുന്നത്, യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ. ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഞാൻ ചെയ്ത ചില കാര്യങ്ങൾ നീ ഓർക്കേണ്ടതുണ്ട്. മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, മരിക്കാൻ തയ്യാറായി കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുകയല്ല ചെയ്തത്. തനിക്ക് കുറച്ച് നാളോടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം താൻ അവിടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ഒരു പ്രഭാതത്തിൽ നമ്മളോട് പറയാ, നീ മരിച്ചു പോകും, വേഗം കാര്യങ്ങളൊക്കെ തീർക്കാൻ പറഞ്ഞാൽ ഈ കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്ന ഈ കേൾക്കുമ്പോഴേ ചിലപ്പം അറ്റാക്ക് കൊണ്ട് തീരും. ഇത് കേൾക്കുന്നതന്നെ നമുക്ക് പേടിയാ. മരണം എന്നുള്ള സംഭവം യാഥാർത്ഥ്യം കേൾക്കുന്നത് തന്നെ നമുക്ക് ഓരോരുത്തർക്കും പേടിയാ. ഞാൻ ഓർപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നേ, സാധാരണ ഈ ചില സന്ദർഭങ്ങളിൽ നമ്മൾ അറിയാതെ ചില പ്രത്യാശയുടെ ഗാനങ്ങൾ പാടിപ്പോകും. അപ്പം നമ്മൾ ചോദിക്കും, നിങ്ങൾ എന്തോ മനുഷ്യ ഇപ്പം ഇത് പാടുന്നേ, അല്ലെങ്കിൽ ചോദിക്കുക, നീ എന്താടി ഇപ്പം ഇത് പാടുന്നേ എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ ഒരു ഭീതി, നീ എന്തോ ഇപ്പം ഇത് പാടാൻ കാരണം എന്താ, നിനക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പോകണമെങ്കിൽ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ചോദിക്കും. ഈ പാട്ടുകളൊന്നും മരിച്ചു കിടക്കുമ്പോൾ പാടുന്ന പാട്ടല്ല. ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്, മരിച്ചു കിടക്കുമ്പോൾ പാടുന്ന പാട്ടല്ല. മരിക്കുന്നവരോട്ട് പാടത്തുമില്ല, ജീവിച്ചിരിക്കുന്നവരാ പാടുന്നത്. അത് പ്രത്യാശയോടെ പാടുകയും ചെയ്യണം. ഇവിടെ ആരാധന നടക്കുന്ന സമയത്ത് സമയമാനത്തിൽ പാടിയാൽ നിങ്ങളെന്താ പറയും? ഇന്നലെ കിടന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ ഇയാൾക്ക് എന്തോ പറ്റി, അതുകൊണ്ട് രാവിലെ വന്ന് എന്തൊക്കെ കാട്ടിക്കൂട്ടുകയാണെന്ന് പറയും. സമയമാന രഥത്തിൽ പാടുന്ന പാട്ട് അതൊന്ന് അർത്ഥം മനസ്സിലാക്കി ഒന്ന് പാടി നോക്കേ. അത് പറയുന്നത് തന്നെ നമുക്ക് പേടിയാ. അന്നർത്ഥം മനസ്സിലാക്കി ഈ പാട്ടുകളൊക്കെ അതിൻ്റെതായ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി ഒന്ന് പാടി നോക്കേ, നമ്മുടെ മനസ്സിന് നല്ല സന്തോഷം വരും, അല്ലേ?
ഇവിടെ ഹിസ്കീയാവിനോട് പറഞ്ഞപ്പോൾ പോയി സമയമാനത്തിലല്ല പാടിയത്. എങ്കിൽ കർത്താവേ ഞാൻ റെഡിയാണ്, ഞാൻ ഒരുക്കപ്പെടുന്നു എന്നല്ല പറഞ്ഞത്. ദൈവത്തിൻ്റെ താൻ ദൈവത്തോടെ നിലവിളി, കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി വിശ്വസ്തയോടും ഏകാഗ്രതയോടും നിന്നെ സേവിച്ചത് നീ ഓർക്കണമേ. ഇങ്ങനെ പോയി പ്രാർത്ഥിക്കണമെങ്കിലും ചിലതൊക്കെ വേണം ധരിക്കും അല്ലേ? ഇത്ര ധൈര്യത്തോടെ പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാൻ ചിലത് എനിക്കുണ്ടാകണം. അതാ താൻ അവിടെ പറഞ്ഞത്, ഞാൻ വിശ്വസ്തയോടെ നിന്നെ സേവിച്ചു, ഏകാഗ്രതയോടെ നിന്നെ ഞാൻ അന്വേഷിച്ചു അല്ലേ? ഏകാഗ്ര ഹൃദയത്തോടും വിശ്വസ്തയോടും തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തു. നമുക്കത് പറയാൻ കഴിയുമോ? നമുക്ക് പറയാൻ കഴിയും, ഞാൻ വിശ്വസ്തയോടെ നടന്ന് ഇത്രയും നാളും, എന്നെ വിളിച്ചു വേർതിരിച്ച നാള് മുതൽ ഇന്ന് വരെ വിശ്വസ്തയോടെ അല്ലാതെ ഞാൻ നടന്നിട്ടില്ലെന്ന് നമുക്ക് ആർക്കെങ്കിലും നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുമോ? എവിടൊക്കെയോ എപ്പോഴൊക്കെയോ അവിശ്വസ്ത പറ്റുപോയി. ദൈവത്തോടെ വിശ്വസ്തത കാണിച്ചു, മനുഷ്യരോട് നമ്മ വിശ്വസ്തത കാണിച്ചു. ദൈവത്തോട് കാണിച്ചെങ്കിലോ പിന്നെ മനുഷ്യരോട് കാണിക്കാത്ത എവിടൊക്കെയോ നമുക്ക് അവിശ്വസ്ത ഉണ്ടായിപ്പോയി. ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമുക്ക് യോഗ്യതയുണ്ടോ? നമുക്ക് എവിടെല്ലാം ഏതെല്ലാം തലത്തിൽ അവിശ്വസ്ത സംഭവിച്ചു? ദൈവത്തോട് നമ്മൾ അവിശ്വസ്തരായി തീർന്നില്ലേ? പലപ്പോഴും ദൈവത്തെ വേണ്ട വിധം ആരാധിപ്പാൻ നമുക്ക് അവസരം ലഭിച്ചിട്ടും, ദൈവത്തെ വിശ്വാസത്തോടെ പിൻപറ്റാൻ അവസരം ലഭിച്ചിട്ടും നമ്മളത് ഉപയോഗിക്കാതെ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ? അത് അവിശ്വസ്തതയല്ലേ? ദൈവത്തെ പിൻപറ്റേണ്ട സമയത്ത് വിശ്വസ്തയോടെ പിൻപറ്റാതിരുന്നത് നമ്മുടെ ജീവിതത്തിൽ അവിശ്വസ്തയാണ്. ദൈവം നമുക്ക് നൽകിയ സമയം നമ്മൾ വിനിയോഗിക്കാതിരുന്നത് അവിശ്വസ്തതയാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യാതിരുന്നത് അവിശ്വസ്തതയാണ്. ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ അലംഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിശ്വസ്തതയാ. ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിൽ അവിശ്വസ്തത കാണിച്ച് അലംഭാവം കാണിച്ചെങ്കിൽ അവിശ്വസ്തതയാ. ചെയ്യേണ്ടതുപോലെ നമ്മൾ ചെയ്തിട്ടില്ല. ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ ചെയ്തിട്ടുണ്ടോ? നമ്മൾ എന്താ കൊടുത്തത്? എപ്പോഴെങ്കിലും ഒന്ന് പറയണമല്ലോ. നമ്മൾ എന്താ കൊടുത്ത ദൈവത്തിന്? ദൈവത്തിന് വല്ലതും കൊടുത്തോ? ഒന്നും കൊടുത്തില്ല. കൊടുത്തോ? പറയാമോ ദൈവത്തിന് കൊടുത്തത്? ഞാൻ ദൈവത്തിന് നമ്മൾ കൊടുത്തിട്ട് ദൈവത്തിൻ്റെ അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ വല്ലതും ദൈവത്തിന് കൊടുത്തോ? പരീക്ഷ വന്ന് പ്രാർത്ഥിച്ചെന്താ? ഞാൻ ആഴ്ച 2 വട്ടം 2 ഉപവസിക്കുന്നു, കിട്ടുന്നതിലൊക്കെ പതാരം കൊടുക്കുന്നു, ഈ നിൽക്കുന്ന പാപിയായ ചുങ്കക്കാരനെ പോലെ അല്ലാകിയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. കിട്ടുന്നതൊക്കെ എന്ത് ചെയ്യുന്നു? അവൻ കറക്റ്റായിട്ട് പതാരം കൊടുക്കുന്നു, ദശാംശം കൊടുക്കുന്നു. പതാരം ആരുടെയാ? ദശാംശം ആരുടെയാ? അത് ദൈവത്തിൻ്റെയാ. ദൈവത്തിൻ്റെതല്ലേ നമ്മൾ കൊടുത്തോളൂ. കൊടുത്തെങ്കിൽ എന്താ സൈലന്റ് ആയിപ്പോയി? ദൈവത്തിൻ്റെ അത് മാത്രമല്ല നമ്മൾ കൊടുത്തത്. അത് നമ്മുടെ ആണോ? നമ്മുടെ വല്ലതും ദൈവത്തിന് കൊടുത്തോ? 1000 നമുക്ക് തന്നപ്പോൾ നമ്മൾ 100 കൊടുത്തു. നമ്മൾ വലിയ കാര്യമായിട്ട് പറയുന്നത് ഞാൻ 100 കൊടുത്തു. പക്ഷെ നമ്മളല്ല കൊടുത്തു, ദൈവത്തിൻ്റെ അങ്ങോട്ടും കൊടുത്തതാ. പക്ഷെ നമ്മുടെ എന്താ കൊടുത്തേ? അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? അത് മറ്റു വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെടാതിരിക്കാൻ ഞാൻ ആ ഭാഗം വിടുക. നമ്മൾ കൊടുക്കേണ്ടതൊന്നും ചെയ്യേണ്ടതൊന്നും ചെയ്തിട്ടില്ല. അപ്രയോജന ഭൃത്യർ. അവിശ്വസ്തയല്ലേ നമ്മൾ കാണിച്ചത്? 90 നമ്മുടെ 90 നമ്മൾ കൊടുത്തുവല്ലോ. 100 10 കൊടുത്തോളൂ. അത് ദൈവത്തിൻ്റെതാ. നമ്മുടെ ഒന്നും കൊടുത്തോ? ഇല്ല. ഹിസ്കീയാവ് എന്താ പറയുന്നത്? അത് കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് ദൈവമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. കൊടുക്കുന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മളുമായിട്ടുള്ള ബന്ധപ്പെട്ട ദൈവം അതെല്ലാം അറിയണം.
ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തോണം. ദൈവം നമുക്ക് നൽകുന്ന സകലത്തിലും ദൈവത്തോട് നമുക്ക് കടപ്പാടുണ്ട്. അത് ദൈവത്തിന് വേണ്ടി ചെയ്യണം. ഉപദേശിച്ച് കൊടുക്കുന്ന കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചത് കർത്താവിന് കൊടുക്കണം. കൊടുക്കുമ്പോൾ അത് മനസ്സോടെ കൊടുക്കണം. ഇല്ലെങ്കിൽ അത് അവിശ്വസ്തതയാ. സ്തോത്രം. മനസ്സോടെ ചെയ്തോണം. ഇവിടത്തേക്ക് മാത്രമല്ല, അവിടെ ചെല്ലുമ്പോഴും വല്ലതും വേണം. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ലജ്ജിച്ചു പോകരുത്. ഓരോരുത്തർ വാങ്ങുന്നത് കാണുമ്പോൾ, പ്രതിഫലം വാങ്ങുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ ലജ്ജിച്ചു പോകാതിരിക്കാൻ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് വലിയ കാര്യമൊന്നും പറയാനില്ല. ഹിസ്കിയാവ് പറയാ, ഞാൻ വിശ്വസ്തയോടെ നിനക്ക് വേണ്ടി നടന്നത്, പിന്നെ ഏകാഗ്രതയോടെ തിരുമുമ്പിൽ നടന്നത്, നിനക്ക് പ്രസാദമുള്ളത് ചെയ്തത്. നിനക്ക് പ്രസാദമുള്ളത് ചെയ്ത് ദൈവത്തിന് പ്രസാദമുള്ളത് നാം ചെയ്തിട്ടുണ്ടോ, ചെയ്യുന്നുണ്ടോ? എന്താണ് ദൈവത്തിന് പ്രസാദമുള്ളത്? അത് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന് പ്രസാദമുള്ളത് എന്തെന്ന് നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞെങ്കിലേ അത് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം എന്താണെന്ന്. വേഗത്തിൽ ഞാൻ എൻ്റെ വാക്കുകളെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്തത് ഓർക്കണമേ എന്ന് ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു. മറുപടി എപ്പോഴായിരുന്നു? സഡനായിരുന്നു അല്ലേ? ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവസന്നിധാനത്തിൽ നിലകൊള്ളുന്ന ഒരു വ്യക്തിയുടെ വിഷയത്തിന്മേൽ ദൈവം സഡനായിട്ട് പ്രവർത്തിക്കും. ചില സന്ദർഭത്തിൽ ചില വൈകും. ചില സന്ദർഭത്തിൽ ഒരു വിഷയത്തിന് മറുപടി കിട്ടാതിരുന്നിട്ടില്ല. പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്കൊന്നും മറുപടി കിട്ടാതിരുന്നിട്ടുണ്ടോ? ഒരുപക്ഷെ നോ എന്നായിരിക്കാം മറുപടി. അത് മറുപടിയാ. ഞാൻ എൻ്റെ ഭാഷ പറയുകയാണേ, പൗലോസ് 3 വട്ടം പ്രാർത്ഥിച്ചു. എന്തിനാ? ജഡത്തിലെ ശൂലം മാറാൻ. 3-ാം വട്ടം കേട്ട മറുപടി എന്താ? എൻ്റെ കൃപ നിനക്ക് മതി. മറുപടി കിട്ടിയില്ലേ? ശൂലം മാറാൻ വേണ്ട, അത് അവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞു. പക്ഷെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി. ആ ശൂലം അവിടെ ഇരിക്കട്ടെ. വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഹിസ്കിയാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ക്ഷണത്തിൽ മറുപടി കിട്ടി. യെശയ്യാവ് കാവൽപ്പുറ മുറ്റം കടന്നു പോകുന്നതിന് മുമ്പ് യെശയ്യാവിനോട് പറയാം, നീ തിരിച്ചു പോ. നമ്മളാണെങ്കിൽ 2 വട്ടം ആലോചിക്കും, ഞാൻ പോണോന്ന് ചോദിക്കും. ഞാൻ തന്നെയല്ലേ പോയി പറഞ്ഞേ നീ മരിച്ചു പോവും, നിന്റെ ഗൃഹകാരം ക്രമത്തിലാക്കാൻ പറഞ്ഞ് ഞാൻ തന്നെയല്ലേ. പിന്നെ അങ്ങനെ ഇപ്പം ചെന്ന് പറഞ്ഞാൽ എൻ്റെ വാക്കിന് മാറ്റം വരികയല്ലേ? പണ്ട് യോന പറഞ്ഞതുപോലെ, യോനെ അയച്ചപ്പോൾ യോന പറഞ്ഞു, ഞാൻ പോയി പ്രസംഗിക്കും, അവർ മാനസാന്തരപ്പെടും. ഞാൻ പറഞ്ഞത് സംഭവിക്കാതിരിക്കും. നീ മനസ്സിലുള്ള ദൈവമാണെന്ന് എനിക്കറിയാം. നീ മനസ്സിലുള്ള ദൈവമാണെന്ന് എനിക്കറിയാം. അവർ മാനസാന്തരപ്പെടുമ്പോൾ അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് നീ അനുദപിച്ചിട്ട് അവരെ അതിൽ രക്ഷിക്കും. പിന്നെ ഞാൻ പറഞ്ഞ വാക്കിന് എന്താ വില? മനുഷ്യൻ വില കൽപ്പിച്ചാലും ഇല്ലെങ്കിലും ദൈവം നിന്നോട് കാര്യം പറഞ്ഞിട്ടുള്ളത് അത് അതുപോലെ ചെയ്തോണം. മനുഷ്യൻ വില കൽപ്പിക്കുന്നത് നോക്കിയല്ല ദൈവം നിന്നോട് പറഞ്ഞത് ചെയ്യാൻ. നമ്മുടെ ദൈവം പറഞ്ഞിരിക്കുന്നത്, ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ എന്ത് ചിന്തിക്കുമെന്ന് കരുതിയിട്ട് പറയാനല്ല. ദൈവം പറയുന്നത് അതുപോലൊക്കെ പറയാനാ. ദൈവം പറയുന്നത് അതുപോലൊക്കെ ചെയ്യാനാ. സ്തോത്രം. അത് അതുപോലെ ചെയ്യുന്നവരാണ് വിശ്വസ്തർ. അതുപോലെ ചെയ്യുന്നവരാണ് വിശ്വസ്തർ. അവരെയാണ് ദൈവം നോക്കുന്നത്, അവരെയാണ് ദൈവം ആദരിക്കുന്നത്. ഇവിടെ യെശയ്യാവോട് പറയുന്നത്, വേഗം ചെന്നിട്ട് എൻ്റെ ദാസനായ ഹിസ്കിയാവിനോട് പറ, നീ മരിച്ചു പോകത്തില്ല, നീ ചെയ്യും, നിന്റെ ആയുസിനോട് കൂടെ 15 സംവത്സരം നീട്ടി തന്നിരിക്കുന്നു. അടുത്തത് ശ്രദ്ധിക്കണേ, ഒരു തെളിവോടെ പറയാ, നീ 3-ാം ദിവസം എന്ത് ചെയ്യും? ആലയത്തിലേക്ക് പോകും. ഇന്നേക്ക് 3-ാം ദിവസം നീ എന്ത് ചെയ്യും? ആലയത്തിലേക്ക് പോകും. നിനക്ക് സൗഖ്യം വരും. ബാക്കി ഭാഗം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു. യെശയ്യാപ്രവചനം സ്തോത്രം 38-ാം അധ്യായത്തിലും ഈ കാര്യം തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതേ കാര്യം തന്നെ അവിടെ പ്രതിപാദിച്ചിരിക്കും. അവിടെ നാം വായിക്കുന്നത്, ഞാൻ നിന്റെ കണ്ണുനീർ കണ്ടു. ഞാൻ ആ ഭാഗമാണ് നിങ്ങളെ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ നിന്റെ കണ്ണുനീർ കണ്ടു, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു. ഇന്ന് പകൽവേള ദിവസം നിലവിളിക്കുന്ന ദൈവമക്കളെ, ദൈവത്തോട് പല വിഷയത്തിന്മേൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ കണ്ണുനീരിന് മറികടക്കാത്ത ദൈവമാണ് നമ്മുടെ ദൈവം.
നമ്മുടെ വിഷയം എന്തെന്ന്, അല്ലെങ്കിൽ ഞാനോ ഇവിടെ ഇരിക്കുന്ന ആരോ നമ്മുടെ വിഷയങ്ങൾ എന്തെന്ന്, നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങൾ എന്താണെന്ന്, നമ്മുടെ നിലവിളിയുടെ വിഷയങ്ങൾ എന്താണ്, നമ്മുടെ കണ്ണുനീരിന്റെ വിഷയം എന്താണെന്ന് ഇവിടെ ഇരിക്കുന്നവരാരും അറിയുന്നില്ല. എന്നാൽ സകലവും അറിയുന്ന സ്വർഗസ്ഥനായ ഒരു ദൈവമുണ്ട്. ആ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് തൻ്റെ കാര്യവും നീതിയും ദൈവം നിവർത്തിക്കും. എത്ര പേര് ഇന്ന് പകൽവേള വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്? ഇന്ന് പകൽവേള എൻ്റെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവമുണ്ട്, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. എന്റെ ദൈവം അവിശ്വസ്തനല്ല. ഞാൻ അവിശ്വസ്തനായി തീർന്നാലും എന്റെ ദൈവം അവിശ്വസ്തനല്ല. പലപ്പോഴും ഞാൻ അവിശ്വസ്തനായി തീർന്നിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് പ്രാർത്ഥിപ്പാ, എനിക്ക് കണ്ണുനീരൊഴുക്കുവാൻ എനിക്കറിയുവാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആ സന്ദർഭങ്ങളിൽ എന്റെ ദൈവം വിശ്വസ്തനായിരുന്നു. നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു. സ്തോത്രം. നീ മരിക്കയില്ല. നിന്റെ ആയുസ്സിനോടുകൂടെ 15 സംവത്സരം ഞാൻ ദീർഘിപ്പിച്ചു നൽകിയിരിക്കുന്നു. ഇന്നേക്ക് 3-ാം ദിവസം നീ ആലയത്തിലേക്ക് പോകും. ഉറപ്പ് കൊടുക്കുക. നീ ജീവിച്ചെഴുന്നേൽക്കും, നീ എഴുന്നേറ്റ് വരും. നീ ഇന്നേക്ക് 3-ാം ദിവസം ആലയത്തിലേക്ക് പോകും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? അതെ, ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി എൻ്റെ മേൽ വെളിപ്പെടും. അത് ഞാൻ അനുഭവിക്കും, അത് ഞാൻ അനുഭവിച്ചറിയും, അത് ഞാൻ അനുഭവിച്ചറിയും. ഹല്ലേലൂയ. അതിന് തെളിവ് കൊടുത്ത 3-ാം ദിവസം നീ ആലയത്തിലേക്ക് പോകുമെന്ന്. അല്ല, ഞാൻ ആരോഗ്യത്തോടെ ഞാൻ ആലയത്തിലേക്ക് പോകും എന്നവൻ വിശ്വസിച്ചു. ദൈവം പറഞ്ഞതുപോലെ അവൻ അംഗീകരിച്ചു. നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? നമ്മുടെ തലകളെ വണക്കാം. സ്തോത്രം. ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ കണ്ണുനീർ കണ്ടതിനായി സ്തോത്രം, എന്നെ നിലവിളി കേട്ടതിനായി സ്തോത്രം, എനിക്ക് വേണ്ടി ഇറങ്ങി വന്നതിനായി സ്തോത്രം, എന്നോടുള്ള ദൈവത്തിന്റെ വിശ്വസ്ത വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. പലപ്പോഴും ഞാൻ അവിശ്വസ്തനായി തീർന്നിട്ടുണ്ട്, ഞാൻ അവിശ്വസ്തയായി തീർന്നിട്ടുണ്ട്. ചെയ്യേണ്ടതൊന്നും ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. അപ്രയോജനഭൃത്യനായി, അപ്രയോജനമുള്ളവനാ, അപ്രയോജനയായി ഞാൻ തീർന്നിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണേ. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ചെയ്തത് എന്തെന്ന് ഓർക്കണമേ. നമ്മുടെ തലകളെ വണക്കാമല്ലോ. ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കും. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചു, ദൈവം നമ്മെ ഓർത്തതെങ്ങനാ? നമുക്ക് വേണ്ടി തൻ്റെ ഓമനകുമാരനെ കാൽവറിയിൽ യാഗമാക്കി തീർത്തതോ. സ്തോത്രം. നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ആ കർത്താവിലേക്ക് നമുക്കൊന്ന് നോക്കാം. സ്തോത്രം. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാൻ, നമ്മെ വീണ്ടെടുപ്പാൻ, നമ്മെ രക്ഷിപ്പാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നല്ലോ. പാട്ടുപാട സഹോദരന്മാർ ദയവായി മുൻപോട്ട് കടന്നു വരാം. കർത്താവിൻ്റെ മേശയിൽ സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ടവർ ദയവായി കടന്നു വന്നാട്ടെ. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ മേശയുടെ ഭാഗം നമ്മെ തന്നെ സമർപ്പിക്കാം. സ്തോത്രം. നമുക്ക് പലപ്പോഴും ചെയ്യുവാൻ കഴിയാതെ പോയിട്ടുണ്ട്.